ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ലെഡ്ജേഴ്സ് ഓൾട്ടർ ചെയ്യുന്ന വിധവും നമുക്ക് നോക്കാം. ടാലി പ്രൈമിലെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർക്കായി ഇതിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് സെലക്ട് ചെയ്യാം. ഇനി ലിസ്റ്റ് ഓഫ് മാസ്റ്റേഴ്സിൽ ലെഡ്ജർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ലെഡ്ജർ ക്രിയേഷൻ എന്നുള്ളൊരു വിൻഡോ വരും. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ലെഡ്ജേഴ്സ് നെയിം എന്നുള്ളിടത്ത് നമുക്ക് കൊടുക്കാം. ഇവിടെ സുധീഷ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളൊരു ലെഡ്ജറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള ലെഡ്ജർ ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പിലാണ് നമ്മളത് കൊടുക്കുന്നത്. ശേഷം നമുക്ക് കൺട്രോൾ A കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ SBI ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഒരു അക്കൗണ്ടാണ്, ലെഡ്ജറാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. SBI ബാങ്ക് അക്കൗണ്ട് അണ്ടർ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഗ്രൂപ്പിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ശേഷം നമുക്ക് കൺട്രോൾ A കൊടുത്ത് സേവ് ചെയ്യാം. അതുപോലെ നമുക്ക് മറ്റൊരു ലെഡ്ജർ കൂടി ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്നുള്ളൊരു നമുക്ക് സ്റ്റോക്കിനായിട്ടൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്നുള്ള പേരിൽ സ്റ്റോക്ക് ഇൻ ഹാൻഡ് അത് വരുന്നത് സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്നുള്ള ഗ്രൂപ്പിൽ തന്നെയാണ് അത് ചെയ്യുക. അണ്ടർ സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്നുള്ള ഗ്രൂപ്പിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ലെഡ്ജർ ഓൾട്ടർ ചെയ്യുന്നതിനായിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നമ്മൾ ഓൾട്ടർ സെലക്ട് ചെയ്യാം. അതിൽ ലിസ്റ്റ് ഓഫ് മാസ്റ്റേഴ്സിൽ നമ്മൾ ലെഡ്ജർ സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മൾ ഇവിടെ ലെഡ്ജർ ഓൾട്ടർ ചെയ്യുന്നത് SBI ബാങ്ക് അക്കൗണ്ടാണ്. അത് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ഇവിടെ SBI ബാങ്ക് അക്കൗണ്ട് ഒപ്പം തന്നെ നമ്മളതിൻ്റെ അക്കൗണ്ട് നമ്പർ കൂടി ആഡ് ചെയ്തിട്ട് ലെഡ്ജർ നമ്മൾ ഓൾട്ടർ ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ആവശ്യമായ ഇതിലെന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ഓൾട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. കൺട്രോൾ A കൊടുത്ത് നമ്മളിവിടെ SBI അക്കൗണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സിംഗിൾ ലെഡ്ജേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ആൾട്ടർ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മൾട്ടി ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും അത് ഓൾട്ടർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. ഇതിനായി നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇവിടെ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ലെഡ്ജേഴ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ ലിസ്റ്റിൽ നമ്മൾ Alt H എന്നുള്ള കീ കൊടുക്കുക. ഇവിടെ നമുക്ക് മൾട്ടി ക്രിയേറ്റ് എന്നുള്ള ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ മൾട്ടി ഓൾട്ടർ ആണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഒരു ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ഏകദേശം 31ഓളം ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണാം. ഇതിലാവശ്യമായിട്ടുള്ളൊരു ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ബേസിക്കലി ആവശ്യമായിട്ടുള്ള കുറച്ച് ലെഡ്ജേഴ്സാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രൂപ്പ്സും അണ്ടർ എന്നുള്ളിടത്ത് അതിൻ്റെ ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഓൾട്ടറിൽ പോയി തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താനും നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, നമുക്ക് ചില ലെഡ്ജേഴ്സ് പരിചയപ്പെടാം. കമ്മീഷൻ റിസീവ്ഡ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ള ഗ്രൂപ്പിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഡിപ്രിസിയേഷൻ, ഫ്രൈറ്റ് ഡയറക്റ്റ് എക്സ്പെൻസിലാണ് ഗോകുലം ടൂറിസം എന്നുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കാണാം. അതുപോലെ നമുക്ക് ഇൻട്രസ്റ്റ് പെയ്ഡ് ഒരുപാട് ഏകദേശം ഒരു 31ഓളം ലെഡ്ജേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മൾട്ടി ക്രിയേറ്റിൽ പോയിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ലെഡ്ജേഴ്സും അതിൻ്റെ ഗ്രൂപ്പ്സും നിങ്ങൾക്ക് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ മൾട്ടി ഓൾട്ടറിൽ പോയിട്ട് ഇതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സിംഗിൾ ആയിട്ട് പോകണമെന്നില്ല, ഇതുപോലെ ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ടാലിയിൽ അവൈലബിൾ ആണ്. ഇവിടെ നമ്മളിപ്പോൾ കാണുകയാണെങ്കിൽ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ കാണുന്നു. അതുപോലെ സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ കാണുന്നു. സെയിൽസ് അക്കൗണ്ട്സിൽ കാണുന്നു. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത SBI ബാങ്ക് അക്കൗണ്ട്സിൽ കാണും. സ്റ്റോക്ക് ഇൻ ഹാൻഡ് കാണുന്നുണ്ട്. ഇതുപോലെ അത്യാവശ്യമുള്ളതെല്ലാം ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു കൃത്യമായ ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് കൺട്രോൾ A കൊടുത്ത് സേവ് ചെയ്യാം.
ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇതുപോലുള്ള യൂസ്ഫുൾ ആൻഡ് അപ്ഡേറ്റഡ് വീഡിയോസിനായിട്ട് ക്യാപിടാക്സ് ഇന്ത്യയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.